ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തുള്ള ശങ്കരമംഗലത്തുള്ള കാട്ടിൽമേക്കതിൽ ദേവി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് കടലിനും കായലിനും നടുവിലായിട്ടാണ്. അപ്പോൾ നമ്മളൊരു ജങ്കാറൊക്കെ കയറി വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഈ ക്ഷേത്രം ആക്ച്വലി ഓപ്പൺ ചെയ്യുന്ന മോർണിംഗ് അറൗണ്ട് ഒരു 5 AM ടു ഒരു 11 AM വരെ കാണും. അതുപോലെ തന്നെ ഈവനിങ് ഒരു 5 PM ടു 8 PM ആണ് വരുന്നത്. ഇത് നോർമൽ ഡേയ്സിലാണ് വരുന്നത്. ഫെസ്റ്റിവൽ ടൈംസിൽ കുറച്ചും കൂടെ നേരമൊക്കെ ഓപ്പൺ ചെയ്തിരിക്കാറുണ്ട്. ഇവിടെ ഭദ്രകാളി ദേവിയാണ് ഇരുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും വൃശ്ചിക മാസം ആവുമ്പോൾ ആദ്യത്തെ 12 ദിവസം വൃശ്ചികോത്സവം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അതായത് ഈ 12 ദിവസത്തിൽ ഇവിടെയുള്ള ഭക്തരും അതുപോലെ തന്നെ ദൂരെ നിന്നുള്ളവരുമൊക്കെ വന്നിട്ട് അമ്പലത്തിൻ്റെ പരിസരത്ത് കുടിൽ കെട്ടി താമസിക്കും. അതായത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നിൽക്കുന്നത് പോലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവർ കുടിൽ കെട്ടി താമസിച്ച് അവിടുന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അവിടെ തന്നെ ഉറങ്ങി, അങ്ങനെയാണ് ഈ 12 ദിവസം ഈ ഭക്തർ താമസിക്കുന്നത്. ഇത് ഇവിടെ ഉള്ളവരുടെ ഒരു വിശ്വാസമാണ്, അവരുടെ ഒരു നേർച്ചയാണ്. ഇതൊരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ആൾക്കാർ ഈ സമയത്ത് കടകളൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ, അതായത് നമ്മൾ ജങ്കാർ ഇറങ്ങി അമ്പലത്തിൻ്റെ സൈഡിലേക്ക്, അമ്പലത്തിൻ്റെ ആ ഒരു വളപ്പിലേക്ക് എത്തുന്നത് വരെ ഇവിടെ നല്ല കളർഫുൾ ലൈറ്റ്സും ഡെക്കറേഷൻസും അതുപോലെ ഒരു നല്ലൊരു ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാനുള്ളതുണ്ട് നന്നായിട്ട്. ഈ അമ്പലത്തിൽ ആക്ച്വലി ഫേമസ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ ആൽമരം. ഇവിടുത്തെ ആൽമരത്തിൽ മണി കെട്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം സഫലമാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ തന്നെ ഇവിടെ പലവട്ടം പോയിട്ടുമുണ്ട്, മണി കെട്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, എൻ്റെ ആഗ്രഹം നടന്നിട്ടുമുണ്ട്. ഈ വൃശ്ചികോത്സവം എന്ന് പറയുന്ന ഈ ഫെസ്റ്റിവലിൽ ഞാനിവിടെ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ നോർമലി ഈ അമ്പലത്തിൽ വരാറുള്ളപ്പോൾ ഓൾറെഡി നല്ല തിരക്കും ആൾക്കാരുമൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നാലും ഇത്തവണ ഞാൻ ചെന്നപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് വീട്ടിലെ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇതിലും ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കാം എന്നാണ്. കാരണം ഞാൻ പോയ സമയത്തിൻ്റെ ആണോ പോയ ദിവസത്തിൻ്റെ ആണോ എന്നറിയില്ല, ഒരുപാട് തിരക്ക് ഞാൻ എപ്പോഴും ഉള്ളതുപോലെ തിരക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തൊഴുതിറങ്ങാനും മണി കെട്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു സമയം ഞങ്ങൾക്ക് പെട്ടെന്ന് നടന്നതൊക്കെ. അപ്പം നോർമലി ഇവിടെ ആക്ച്വലി എപ്പോഴും നല്ല തിരക്കാണ്. രാവിലെയൊക്കെ വന്നാലും ഈവനിങ് പോയാലും നല്ല തിരക്കാണ്. ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടും നല്ല ക്രൗഡായിരുന്നതുകൊണ്ടും ഞാൻ അമ്പലത്തിൻ്റെ തൊട്ട് പരിസരവും അതുപോലെ ആലിൻ്റെയും ഒന്നും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പകരം ഞാൻ ഇവിടെ ഈ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓർ എനി കറക്ഷൻസ്. ആൻഡ് താങ്ക് യു. ബൈ ബൈ. ടാറ്റാ.